ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് ശേഷം ഒരു മൈക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട്, ഒരു കൊച്ചു മൈക്ക്. ഇത് ഡിസ്റ്റർബൻസ് ആവുമെന്ന് അറിയില്ല, ഇതിങ്ങനെ ടച്ച് ചെയ്യുന്നത് അതിനിപ്പോൾ നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. മീഷോന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. കുറേ റിവ്യൂസ് നോക്കി 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 മേടിച്ച സാധനമാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ കയ്യിലുള്ള കുറച്ച് മാലകളുടെ കളക്ഷനാണ്. അത് ഇപ്പോഴെന്നല്ല, കല്യാണത്തിന് മുമ്പേ തൊട്ട് എൻ്റെ കയ്യിലുള്ള കളക്ഷനാണ്. അത് കമ്മല് സൂക്ഷിച്ചു വെച്ചേക്കുന്ന കണക്ക് തന്നെ ഞാൻ മാലയും ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലെ ആദ്യത്തെ മാല കാണിച്ചു തരാം. ആദ്യത്തെ മാല കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നതിൽ എനിക്ക് എടുക്കാൻ സൗകര്യമുള്ള ആദ്യത്തെ മാല ഞാൻ കാണിച്ചു തരാം. അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വേറൊന്നുമല്ല, വേണ്ടേ, ഇങ്ങനൊരു മാലയാണ്. ആക്ച്വലി ഇത് നമ്മൾ കല്യാണത്തിന്റെ റിസപ്ഷന് വാങ്ങിച്ച മാലയാണ്. ഇത് ഞാൻ അങ്ങനെ പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല, കാരണം ഭയങ്കര ഹെവി അല്ലേ. ഇതൊക്കെ അങ്ങനെയല്ലേ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് മാല. ഇത് അന്ന് ഞാൻ ഇട്ട മാലയാണ്, പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. നല്ല വെയിറ്റ് ഉണ്ട്, ഭയങ്കര ഹെവിയാണ്. എൻ്റെ മൈക്ക് പ്രശ്നമാവും തോന്നുന്നു ഇങ്ങനെയൊക്കെ കാണിച്ച്. അപ്പോൾ ഓക്കെ, ഇതാണ് മാല. കണ്ടോ, ഇതാണ് എൻ്റെ ഫസ്റ്റ് മാല തന്നെ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആദ്യത്തെ മാല. അടുത്ത മാല ഏതാണെന്ന് നോക്കാം. എൻ്റെ ഇങ്ങനെ ഒരു മാല. ഇതൊക്കെ ഞാൻ കൂടുതലും പട്ടുസാരി അങ്ങനെയുള്ള ഇതിനൊക്കെ ഞാൻ ഇടുന്നതാണ്. ഇതിപ്പോൾ കുറെ നാളായി ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ട്, അങ്ങനെ അങ്ങ് വെച്ചിരിക്കുവായിരുന്നു ഈ മാല. ഒരു ലോങ് ഹാരമാണ്. അത്യാവശ്യം കല്യാണത്തിനോ മറ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ്. ഇത് ഞാൻ കല്യാണത്തിന് ശേഷം ഇവിടെ കൊല്ലത്തുനിന്ന് തന്നെ മേടിച്ചായിരുന്നു. ഇതാണ് മാല. അടുത്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചെയിനാണ്, ലോങ് ആയിട്ടുള്ളൊരു ചെയിനാണ്. ഇതും ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ മറ്റേ മംഗൾസൂത്ര പോലെയൊക്കെ ഇല്ലേ, ഹിന്ദിക്കാരുടെയൊക്കെ നോർത്ത് ഇന്ത്യൻ മംഗൾസൂത്ര അതുപോലെ ഉണ്ടല്ലേ. ഇതൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ അന്ന് ഈ പറഞ്ഞ കണക്ക് കോളേജിലെ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള മാലയൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ വർക്ക് ഭയങ്കരമാണ് കേട്ടോ. അത് ഇപ്പോഴും ഒരു കല്ല് പോലും അത് ഇളകിയിട്ടില്ല. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു കല്ല് പോലും ഇത് ഇളകിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർണമെന്റ് ആണിത്. കണ്ടോ, പീക് ഓഫ് ഡിസൈനിലുള്ളൊരു മാലയാണ്. കണ്ടോ, ലോക്കറ്റ് ഉണ്ടോ, ലോക്കറ്റ് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് ഇതിൻ്റെ. ഇതും സൽവാറിൻ്റെ കൂടെ ഒക്കെ ഇടാം, പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു മാലയാണിത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൈക്കിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് പതുക്കെ ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇതാണ് വേറൊരു മാല. ഇതൊരു സിൽവർ ഒരു മാലയാണ്. അത് കൊടുത്തൊക്കെ ഇങ്ങനെ കുരുങ്ങിയിരിക്കും കേട്ടോ. ഓക്കെ ഫൈൻ. ഇതാണ് സംഭവം. ഇത് വന്നിട്ട് ഇതൊക്കെ കല്യാണത്തിന് മുമ്പുള്ളതാണ്. ഇതിന് പേരായിട്ടുള്ള കമ്മലുണ്ട്. ലക്ഷ്മിയുടെ പെൻഡന്റ് ആണ് കേട്ടോ, ലക്ഷ്മിയുടെ ലോക്കറ്റാണ് വരുന്നത്. ഇതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല, അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇത് കണ്ടോ, നല്ലൊരു മാലയാണിത്. അടുത്തത് ഇങ്ങനൊരു മാല. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അതിന്റെ ലോക്കറ്റ്. ഒരു കമ്മലുണ്ട്. കമ്മല് ഞാൻ അന്ന് കമ്മലിന്റെ കളക്ഷൻ കാണിച്ചതിന്റെ കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേ സെയിം ലോക്കറ്റ് ആണ്. കണ്ടോ, ഇതും നമുക്ക് എന്താ സാരിക്കും ഒക്കെ ഇടാൻ പറ്റിയ ഒരു സംഭവം. കല്യാണത്തിനൊക്കെ ഇടാം, പക്ഷെ ഞാനിതൊന്നും ഇടാറില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ്. പിന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നി ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് മേടിച്ചിട്ടുള്ള ഒരു മാലയാണിത്. കണ്ടോ, ഇതന്നെ ഡിഗ്രിക്കാണോ അല്ല, ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്ത് എന്തോ. അപ്പൊ ഞാൻ എന്തോ ഒരു ഡാൻസിന്റെ പ്രോഗ്രാമിന് എന്തോ വാങ്ങിച്ചതായിരുന്നു ഈ ഒരു മാല. കണ്ടോ, അത് ഓൾമോസ്റ്റ് അതിൻ്റെ എല്ലാം പോയി, എന്നാൽ പോലും ആ ഒരു പകിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ
പിന്നെ അത് കളഞ്ഞില്ല, അങ്ങനെ സൂക്ഷിച്ചു വെച്ചു. കണ്ടോ, അത് നല്ലൊരു മാലയാണ്. അപ്പോൾ എൻ്റെ ഫോൺ എനിക്ക് ചെറിയൊരു പണി തന്നു കേട്ടോ. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ മെമ്മറി പോയി എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ലാന്ന് കാണിച്ചതുകൊണ്ട്, എൻ്റെ പഴയ ഫോണാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. നിർത്തിയെടുത്തുന്നല്ല, എനിക്കൊന്നും ഞാൻ 2 മാല ഞാൻ അത് ലാസ്റ്റ് കാണിച്ചത് എനിക്ക് കിട്ടിയില്ല, മിസ്സായിപ്പോയി. അപ്പോൾ വിചാരിച്ചു ഞാൻ ഒന്നും കൂടെ അത് കാണിക്കാം. എന്തായാലും കളക്ഷൻസ് കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ. അപ്പൊ ഞാൻ കാണിച്ച മാലതേ ഈ ഒരു ചോക്കറായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കല്യാണത്തിന് തലേന്നത്തെ റിസപ്ഷൻ ഇല്ലേ വീട്ടിലെ, അന്ന് വാങ്ങിച്ച മാലയായിരുന്നത്. നല്ല ഹെവിയാണ്. ഞാൻ പിന്നെ അതിനുശേഷം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ചോക്കറൊക്കെ പിന്നെ അങ്ങനെ ഇടാൻ പറ്റുന്ന ഇതൊന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. പക്ഷെ ഇടുമ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ, ഭയങ്കര ഹെവിയാണ്, നല്ലൊരു വർക്കാണ്, നല്ലൊരു മാല. ഇത് നമ്മുടെ എൻഗേജ്മെന്റിന് വാങ്ങിയിട്ടുള്ള മാലയാണ്. ഇതിന്റെ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഇതിന്റെ പേര് കമ്മല് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആക്ച്വലി ഇതിന്റെ പേരല്ല അത്. ഇതിന്റെ പേരെന്ന് വന്നിട്ട് ഒരു ചെറിയ കമ്മലാണ്. പക്ഷെ നമ്മളെ എൻഗേജ്മെന്റ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു അടിപൊളിയാവണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ കമ്മല് മേടിച്ചതാണ്. ഇതാണ് ഞാൻ അന്ന് ഇട്ടിരുന്ന മാല. നല്ല ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് നല്ല വെയിറ്റ് ഉണ്ട് ഈ മാലയ്ക്ക്. കാണുന്ന കണക്കല്ല, ഫുൾ കല്ലാണ്. അതും ഇളകി പോത്തൊന്നുമില്ല, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല മാലയാണ് കേട്ടോ. ഞാനങ്ങനെ പിന്നെ ഒരു കല്യാണത്തിന് എന്തോ ഇട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അന്വേഷണം ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഇരിക്കുക. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇതാണ് പിന്നെ കാണിച്ചൊരു മാല. പിന്നെ വേറെ ഒന്ന്, ഇത് പണ്ട് എക്സിബിഷൻസിനൊക്കെ പോകുമ്പോൾ ഈ മാല കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു മാലയാണിത്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു സെറ്റ് മുണ്ടിന്റെ കൂടെയൊക്കെ ഞാൻ അപ്പോൾ ഇടുമായിരുന്നു. ഇതൊക്കെ ആ കല്യാണത്തിന് മുമ്പുള്ള കേട്ടോ. ട്രാൻഡ്രത്ത് അവിടെ എക്സിബിഷൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ വാങ്ങിച്ച മാലയാണ്. നല്ലൊരു മാലയാണ്. ഇപ്പോഴും അതിന്റെ ആ ഒരു കല്ലിന് ഒന്നും പറ്റിയിട്ടില്ല. ഇതിന്റെ പച്ച, പിന്നെ പല പല വെറൈറ്റി അങ്ങനെ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെ കാണുന്നില്ല തോന്നുന്നു ഇങ്ങനത്തെ മാലയാണ്. നല്ലൊരു മാലയല്ലേ. ഇതാണ് ആ മാല. ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ പോലും ഇല്ല ഈ മാലയൊന്നും. ഞാൻ പിന്നെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, കല്ലൊക്കെ വെച്ചിട്ട്. നല്ലൊരു മോഡലുള്ള ഒരു കുഞ്ഞു മാല, നല്ലൊരു മാലയല്ലേ. ഇതും അങ്ങനെ എൻ്റെ മാല കളക്ഷന്റെ കൂട്ടത്തിലുള്ള മാലയാണ്. പിന്നെ ഒരു മാല ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു മാലയുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഹെവി, കുറച്ചല്ല കുറച്ച് കൂടുതൽ ഹെവിയാണ്. കാരണം ഇതൊക്കെ സാരിക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് മാലയാണ്. ഇത് ഞാൻ ഒരു കല്യാണത്തിന് എന്തോ മുമ്പ് ഇട്ടായിരുന്നു, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച മാല. എന്താ അതിന്റെ മാച്ചിങ് കമ്മലും ഉണ്ട്, പക്ഷെ ഭയങ്കര ഹെവിയാണ്. ഞാൻ ഇടാറില്ല. കണ്ടോ, സാരിക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നല്ലൊരു മാലയാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മാല കളക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും തപ്പി നോക്കിയാൽ കാണും, അവിടെ എവിടെയെങ്കിലും ഒക്കെ മാലകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നോക്കിയ കൂട്ടത്തില് ഞാൻ എടുത്തു വെച്ച മാലകൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയില് ഉള്ളത്. അപ്പോ എൻ്റെ ഇയറിംഗ് കളക്ഷൻ കണ്ട പോലെ തന്നെ ഈ ഒരു മാല കളക്ഷൻ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാറുണ്ട്. പിന്നെ എൻ്റെ പാട്ട്, എൻ്റെ ഡാൻസ്, പിന്നെ എല്ലാ ടാലൻസും. നമുക്ക് ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടാലൻസ് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയല്ലേ ഇത്, യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇപ്പോഴാണ് എൻ്റെ ചാനൽ 500 ഹിറ്റ് ചെയ്തപ്പോഴാണ്. കാരണം ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ആളല്ല. ഇപ്പോഴാണ് ഞാൻ പിന്നെയും സജീവമായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും മുമ്പോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ ഇതിന്റെ റിവ്യൂ എന്താണെന്ന് ഈ മൈക്കിന്റെ റിവ്യൂ ഞാൻ പറയാം യൂസ് ചെയ്തതിന് ശേഷം. ഇത് എത്ര നാൾ പോവെന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പൊ എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും